പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. ഖത്തറിലെത്തിയ US ഇറാൻ പ്രതിനിധികളുടെ കൂടിക്കാഴ്ച നടന്നില്ല. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾക്കായി കടുംപിടുത്തം തുടർന്ന് ഇറാൻ. ജന്മാവകാശ പൗരത്വ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. രാജ്യത്ത് ജനിച്ച കുട്ടികൾക്ക് സ്വാഭാവികമായി പൗരത്വം ലഭിക്കുന്നത് തടഞ്ഞ ഉത്തരവ് സുപ്രീം കോടതി തള്ളി. ഭരണഘടനയുടെ 14ാം ഭേദഗതി ശരിവെച്ച് കോടതി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ഡൽഹിയിൽ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജപ്പാൻ ഇന്ത്യ സംയുക്ത സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കും. സനൈ തകായിച്ചി എത്തിയത് അധികാരമേറ്റതിനു ശേഷം ആദ്യം. ധനബില്ല് പാസാക്കാൻ നിയമസഭ ഇന്ന് പാസാക്കുക. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബില്ല്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള ബില്ലും പാസാക്കി. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. പ്രവേശന പരീക്ഷകൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സമിതി ഇന്ന്. നീറ്റ് UG പുനഃപരീക്ഷയുടെ നടത്തിപ്പും ഭരണപരമായ കാര്യങ്ങളും ചർച്ചയാകും. മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത വീണ്ടെടുക്കുക ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ R. സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ നടപടി. സുഗതനെ ജാമ്യത്തിലിറക്കാൻ ശ്രമം തുടർന്ന് BJP. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 2 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. 4 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗർത്തം രൂപപ്പെട്ട ചേർത്തലയിലെ ദേശീയപാതയിൽ ഇന്ന് പരിശോധന. ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സന്ദർശിക്കും. ഗർത്തമുണ്ടായതിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നിർണായക രാഷ്ട്രീയ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. DMK സഖ്യം വിട്ട പാർട്ടികളെ അണിനിരത്തി പുതിയ സഖ്യത്തിന് വിജയ്. VCK, കോൺഗ്രസ്, CPM, CPI, ലീഗ്, MDMK പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച. ലോകകപ്പിൽ മിന്നും പ്രകടനം തുടർന്ന് ഫ്രാൻസ്. എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ സ്വീഡനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ. ഐവറി കോസ്റ്റിനെ തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിലേക്ക്.